അഭിനേത്രി, നർത്തകി എന്ന നിലയിലും മലയാളക്കരയിൽ വലിയ സ്വാധീനം ചെലുത്തിയ താരസുന്ദരിമാരിൽ ഒരാളാണ് നവ്യ നായർ. സിനിമയിൽ സജീവമാവുന്നതിനൊപ്പം പൊതുപരിപാടികളിലും നടി പങ്കെടുക്കാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നവ്യ പങ്കെടുത്ത പരിപാടിയിൽ നിന്നൊരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ആശുപത്രിയെക്കുറിച്ചും ഡോക്ടർമാരെക്കുറിച്ചുമൊക്കെ സംസാരിച്ച നവ്യ നായർ തന്നെ ഒരു ഡോക്ടർ പറ്റിച്ച കഥയും പങ്കുവച്ചു. അന്ന് പെയിൻ കില്ലറാണെന്ന് പറഞ്ഞ് അനസ്തേഷ്യയുടെ കുത്തിവയ്പ്പാണ് എടുത്തതെന്നും താനറിയാതെ സർജറി നടത്തുകയായിരുന്നു എന്നുമാണ് നടി പൊതുവേദിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദിവസം തനിക്ക് പെട്ടെന്ന് വയറുവേദന വന്നിട്ട് ആശുപത്രിയിൽ പോയതിനെക്കുറിച്ചാണ് വേദിയിൽ നവ്യ സംസാരിച്ചത്. ഏകദേശം 13 വർഷം മുൻപ് നടന്ന സംഭവമാണ്. അന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുമാണ് അസഹനീയമായ വേദന ഉണ്ടാവുന്നത്. അവരെന്നെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ഓപ്പറേഷൻ വേണമെന്നാണ് അവിടുന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഇതോടെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഈ ഹോസ്പിറ്റലിൽ കീഹോൾ സർജറി ചെയ്യുന്നതിൽ മിടുക്കനായ ഒരു ഡോക്ടറുണ്ടെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ പേടി കാരണം സർജറിയൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ഡോക്ടറെ കണ്ട ശേഷം എനിക്ക് പെയിൻ കില്ലർ തന്നാൽ മതി, സർജറി ചെയ്യേണ്ടതില്ലല്ലോ എന്നൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു നോക്കി. പരിശോധന കഴിഞ്ഞയുടൻ ഡോക്ടർ കുഴപ്പമില്ലെന്നും പെയിൻ കില്ലർ കഴിച്ചാൽ പോകുമെന്നും പറഞ്ഞു. ഇതോടെ എനിക്ക് ആശ്വാസമായി. മറ്റേ ഹോസ്പിറ്റലുകാർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് പറ്റിച്ചത് കണ്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെയിൻ കില്ലർ എടുക്കാൻ വേണ്ടി ഒരു നഴ്സ് വന്നു. മരുന്നുകളുടെ പേര് പഠിക്കാനും മറ്റുമൊക്കെ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്തു മരുന്നാണ് ഈ എടുക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരതിന് മറുപടിയായി പറഞ്ഞത് ഇത് അനസ്തേഷ്യ എന്നായിരുന്നു. ആ വാക്ക് പൂർണ്ണമാകുന്നതിന് മുൻപേ എനിക്ക് ബോധം പോയി. പിന്നീട് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ ഡോക്ടർ എന്നെ ചതിച്ചു എന്നാണ് നവ്യ തമാശ രൂപേണ പറയുന്നത്. അന്നങ്ങനെ പറ്റിച്ചിട്ടാണ് സർജറി നടത്തിയതെങ്കിലും അത് പിന്നീടുള്ള ജീവിതത്തിന് ഗുണമായി. ഇതുവരെയും തനിക്ക് ആ വേദനയോ പ്രശ്നങ്ങളോ പിന്നീട് വന്നിട്ടില്ലെന്നും നടി കൂട്ടിച്ചേർത്തു. അതുപോലെ കോഴിക്കോട്ടുള്ള മറ്റൊരു ഡോക്ടറെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു. ഡോക്ടർമാർ പലപ്പോഴും ദൈവത്തിൻ്റെ രൂപമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പണ്ടെനിക്ക് നിരന്തരമായി ഒരു പ്രശ്നം വരുമായിരുന്നു. അതിന് ഡോക്ടറെ കാണിച്ച് ഞാൻ ഒത്തിരി ആൻറ്റിബയോട്ടിക്കും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിച്ചിട്ടും ശരിയാവുന്നില്ല. വീണ്ടും വീണ്ടും ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡോക്ടർമാരെ കാണിക്കുമ്പോഴും ഇതുപോലെ മരുന്ന് മാത്രം എഴുതിത്തരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴിക്കോട്ടൊരു ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണിക്കുന്നത്. എൻ്റെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച ശേഷം ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും നവ്യ പറയുന്ന അസുഖത്തിൻ്റേതല്ല. നിങ്ങളുടെ മനസ്സിൽ എന്തോ ശല്യപ്പെടുത്തുന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഒരു മരുന്നും കഴിക്കേണ്ടെന്നും പറഞ്ഞു. പിന്നെ 8-9 വർഷത്തേക്ക് എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്നും നവ്യ കൂട്ടിച്ചേർത്തു.